ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം ടെക്നിക്കൽ എക്സാംസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ PSCയുടെ ഒരു പുതിയ കിടിലൻ നോട്ടിഫിക്കേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ വരുന്ന സെപ്റ്റംബർ 23, 2025 നടക്കാനിരുന്ന ചില പരീക്ഷകളുടെ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്നറിയില്ല. എന്തായാലും തീർച്ചയായും നമ്മുടെ പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നടത്താനിരുന്ന പരീക്ഷകൾ എന്ന് പറയുന്നത് 3 എണ്ണമായിരുന്നു. ഒന്ന് ഓവർസിയർ ഗ്രേഡ് 3 അല്ലെ, കേരള വാട്ടർ അതോറിറ്റിയിലെ ഓവർസിയർ ഗ്രേഡ് 3 ആയിരുന്നു. പിന്നീട് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആൻഡ് വർക്ക് സൂപ്രണ്ട് എന്നീ പരീക്ഷകളായിരുന്നു നടത്താനായി ഇരുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ 23 പരീക്ഷ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പരീക്ഷ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരീക്ഷ മാറ്റുന്നതിന് കുറെ കാര്യങ്ങൾ. ഒന്ന് നമുക്കറിയാം, നമ്മുടെ വാട്ടർ അതോറിറ്റി എക്സാമിനേഷൻസ് വരുമ്പോൾ, ഗ്രേഡ് 3 എക്സാമിനേഷൻസ് വരുമ്പോൾ അതിനകത്ത് മെക്കാനിക്കൽ, സിവിൽ എന്നീ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയായിരുന്നു. എന്നാൽ സിലബസ് കൂടുതലും സിവിൽ സബ്ജക്റ്റുകളെ പ്രാധാന്യം നൽകി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കുറച്ച് സിലബസുകൾക്ക് മാറ്റം വരാനുള്ള സാധ്യത ആ ഒരു എക്സാം തയ്യാറെടുക്കുന്നവർക്ക് ഉണ്ട്. അതായത് ഓവർസിയർ ഗ്രേഡ് 3 കേരള വാട്ടർ അതോറിറ്റി എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്നവർക്ക് സിലബസിൽ ഒരു മാറ്റം വരാനുണ്ടായിരുന്ന സാധ്യതയുണ്ട്. കാരണം ആ ഒരു പരീക്ഷ മെക്കാനിക്കൽ, സിവിൽ സ്ട്രീമുകൾക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതായിരുന്നു. സ്വാഭാവികമായും സിലബസ് കൂടുതലും സിവിൽ ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ ആ പരീക്ഷയുടെ സിലബസ് മാറാനുള്ള ഒരു സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുവരെ നല്ല കട്ടപ്പടുത്തത്തിലൊക്കെ ഇരുന്നവരായിരിക്കും എല്ലാവരും. അപ്പോൾ നിങ്ങളുടെ പഠിത്തം ഒന്നും കുറയ്ക്കണ്ട. പരീക്ഷയുടെ ഡേറ്റ് ഇതുവരെയും PSC അനൗൺസ് ചെയ്തിട്ടില്ല. ഉടൻ തന്നെ അത് അനൗൺസ് ചെയ്യും. എന്തായാലും ഈ വരുന്ന സെപ്റ്റംബർ 23 നടക്കാനിരുന്ന പരീക്ഷ ആ ഒരു ഡേറ്റിൽ നടക്കില്ല. ബാക്കി 2 എക്സാമുകളുടെ, അതായത് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2, വർക്ക് സൂപ്രണ്ട് എന്നിവയും ഇവർ 3 പേരും കൂടി ഒന്നിച്ച് നടത്താനിരുന്ന പരീക്ഷയായിരുന്നു. നിങ്ങൾക്കറിയാം. അപ്പോൾ എന്തായാലും പോസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റുന്നത് ഈ പറയുന്ന ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2ഉം അതുപോലെ തന്നെ വർക്ക് സൂപ്രണ്ട് എന്നീ പരീക്ഷകൾ സെപ്പറേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതായത് കേരള വാട്ടർ അതോറിറ്റി എക്സാമിനേഷൻസിൽ നിന്നും ഈ പറയുന്ന 2 പരീക്ഷകൾ മാറും. കാര്യം അതിന്റെ സിലബസ് മാറാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കാരണം നമുക്ക് ഇതിനു മുമ്പ് തന്നെ നമുക്കറിയാം, കേരള വാട്ടർ അതോറിറ്റിയുടെ ഈ പരീക്ഷയൊക്കെ നടക്കുമ്പോൾ കൂടുതലും മെക്കാനിക്കൽ, സിവിൽ സ്ട്രീമുകളിൽ നിന്നുള്ള 2 സബ്ജക്റ്റുകൾക്കും പ്രാധാന്യം നൽകിയിട്ടുള്ളൂ. അതുപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗിനും പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷയ്ക്കൊക്കെ സിലബസ് മാറി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കേരള വാട്ടർ അതോറിറ്റിയുടെയും ഗ്രേഡ് 3 പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഓർത്തിരിക്കുക. അപ്പൊ ഡേറ്റ് മറക്കണ്ട. സെപ്റ്റംബർ 23 നടക്കാനിരുന്ന പരീക്ഷ മാറിയിട്ടുണ്ട്. ടൈം കിട്ടി എന്ന് പറഞ്ഞ് ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന പഠിത്തമൊക്കെ മാറ്റിയിട്ട് മറ്റു പരിപാടികൾക്കൊന്നും പോകണ്ട. പഠിത്തം ഇതേപോലെ തന്നെ തുടരട്ടെ. സിലബസും അതുപോലെ തന്നെ മാറിയ ഡേറ്റും ഉടൻ തന്നെ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കൂടുതൽ ഗംഭീരമായ ക്ലാസ്സുകൾക്കും കാര്യങ്ങൾക്കുമായിട്ട് നമ്മുടെ സൈലം ടെക്നിക്കൽ എക്സാംസിന്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനലുകൾ ഫോളോ ചെയ്യുക. അപ്പോൾ കൂടുതൽ നല്ല ഇൻഫർമേഷൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്